സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ ഈമാൻ തെറ്റിക്കുന്ന കക്ഷികൾ, അവർക്കിങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയാ. പക്ഷേ ഞങ്ങൾ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. അവിടുന്ന് ഒരിക്കലും തന്നെ സാധാരണ മനുഷ്യനല്ല. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി ദമദ്അത്ഹുൻ സാറഫീൻ ബീമി വഹകും ബിമാ സിതമദ് ഹംഫീഹി വഹതകീമി. സുഹൃത്തുക്കളെ, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ അതാ അമ്പിയാക്കളുടെ പ്രത്യേകതകൾ, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകൾ, എത്ര ദശക്കണക്കിന് പ്രത്യേകതകളാണ് ബുഖാരിയുടെ സറഹിൽ വിവരിച്ചത്. സാധാരണ കാഴ്ചയല്ല, സാധാരണ കേൾവിയല്ല, സാധാരണ മണമല്ല, സാധാരണ ഒന്നുമല്ല, എല്ലാം അസാധാരണ തന്നെ. അത് തന്നെയാണ് അവിടുന്ന് പറഞ്ഞത്, ഫീഹി വുലിത്തു, തിങ്കളാഴ്ച എൻ്റെ ജന്മദിനമാണ്. തിങ്കളാഴ്ച എത്ര ആൾ ജനിച്ചിട്ടുണ്ട് ഇവിടെ? ചൊവ്വാഴ്ച എത്ര ആൾ ജനിച്ചിട്ടുണ്ട്? ബുധനാഴ്ച എത്ര ആൾ ജനിച്ചിട്ടുണ്ട്? പക്ഷെ അതൊന്നും എൻ്റെ ജന്മദിനമല്ല, അത് സാധാരണക്കാരുടെ ജന്മദിനമാണ്. ഫീഹി വുലിത്തു, തിങ്കളാഴ്ച ദിവസം എൻ്റെ ജന്മദിനമാണ്. എൻ്റെ ജന്മദിനത്തിന് പ്രത്യേകതയുണ്ട്. കാരണം എനിക്ക് പ്രത്യേകതയുണ്ട്. ഞാൻ മറ്റുള്ള ഒരാളെപ്പോലെയും അല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ജന്മദിനത്തിന് പ്രത്യേകതയുണ്ടെന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസല്ലേ ഇമാം ഇബ്നുൽ ഹജ്ജ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ നബിതങ്ങൾ ജനിച്ച ദിവസത്തിന് പ്രത്യേകതയുണ്ടെങ്കിൽ അവിടുന്ന് ജനിച്ച മാസത്തിന് എന്തായാലും പ്രത്യേകതയുണ്ട്. ഖുർആൻ ഇറങ്ങിയ രാത്രിക്ക് പ്രത്യേകതയുണ്ട്. ആ രാത്രി ഉൾക്കൊള്ളുന്ന മാസത്തിന് മുഴുവനും പ്രത്യേകതയുണ്ട്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ. ലാസാല അഹ്ലുൽ ഇസ്ലാം യഹ്തഫിലൂന ബിമീലാദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് മുസ്ലിം ലോകം മുഴുക്കെ ഒരുമിച്ച് കൂടുന്നു, സംഗമിക്കുന്നു, മൗലിദോതുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ഹലാലായ വിധത്തിലുള്ള സന്തോഷ പ്രകടനങ്ങൾ മുഴുവനും ചെയ്യുന്നു. എല്ലാ ഇമാമീങ്ങളും അതിന് അംഗീകാരം നൽകുന്നു.